പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആവേ മരിയ. മെയ് മാസ വണക്കം 30-ാം ദിവസം. മറിയത്തിനുള്ള പ്രതിഷ്ഠ. പരിശുദ്ധ കന്യക ത്രിലോകരാജ്ഞിയാണ്. മിശിഹ രാജാവാണെങ്കിൽ അവിടുത്തെ മാതാവായ പരിശുദ്ധ കന്യക രാജ്ഞിയായിരിക്കണം. ഇന്ന് ഭൗമിക രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും സ്ഥാനമാനങ്ങളും പ്രതാപങ്ങളും അസ്തപ്രഭമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ക്രിസ്തുനാഥന്റെ രാജ്യത്വം നിത്യമാണല്ലോ. അതിനാൽ അവിടുത്തെ മാതാവായ പരിശുദ്ധ കന്യകയും നിത്യരാജ്ഞിയാണ്. ഒന്നാമതായി, രാജകുടുംബത്തിൽ ജനിക്കുന്നതിനാൽ രാജ്യത്വം പ്രാപിക്കുന്ന പരിശുദ്ധ കന്യക ദാവീദ് രാജവംശജയാണ്. ദിഗ്വിജയം കൊണ്ടും ഒരു വ്യക്തിക്ക് രാജ്യത്വം ലഭിക്കുന്നു. ലോകം ദർശിച്ചിട്ടുള്ളതിലേക്കും ഏറ്റവും വലിയ ജേതാവ് ക്രിസ്തുവാണല്ലോ. അവിടുന്ന് ലോകത്തെയും പാപത്തെയും മരണത്തെയും സാത്താനെയും കീഴടക്കി. ആ വിജയത്തിൽ പരിശുദ്ധ കന്യക യേശുവിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് സഹകരിച്ചിട്ടുണ്ട്. അതിനാൽ അവിടുത്തെ വിജയത്തിലും മറിയം പങ്കുചേരുന്നു. പ്രത്യേകിച്ചും നാരകീയ സർപ്പത്തിന്റെ തലയെ തകർക്കുന്നതിൽ പരിശുദ്ധ കന്യക നിസ്തുലമായ പങ്കുവഹിച്ചു. ഭൗമിക ശക്തികൾക്കെതിരായി ആധ്യാത്മിക ശക്തി വിജയം വരിച്ചിട്ടുള്ള സന്ദർഭങ്ങളിലെല്ലാം മറിയം ആധ്യാത്മിക ശക്തിക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. വ്യക്തിപ്രഭാവത്താലും ഒരു വ്യക്തിക്ക് രാജ്യത്വം സംസിദ്ധമാകാം. മനുഷ്യനായ ക്രിസ്തുവിനോടൊപ്പം പുതിയ സ്ത്രീയായ മേരിയെയും വ്യക്തിസാഫല്യത്തിനു വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് കാണുവാൻ സാധിക്കും. ലോകം ഏറ്റവും ആദർശയോഗ്യമായ ഒരു മാതാവിനെ പ്രതീക്ഷിച്ചിരുന്നു. ആദർശ മാതാവ് മേരിയാണ്. പരിശുദ്ധ കന്യകയിൽ സ്ത്രീത്വം ധന്യമായി. എന്നാൽ ഇതിനെല്ലാം ഉപരിയായി ദൈവമാതാവ് എന്നുള്ള സർവാതിശായിയായ സ്ഥാനം നിമിത്തം പരിശുദ്ധ കന്യക സർവ്വസൃഷ്ടികളുടെയും രാജ്ഞിയും നാഥയുമാണ്. ജപമാലയുടെ ലുത്തിനിയായിൽ നാം കന്യകയെ അനേക വിധത്തിൽ രാജ്ഞിയായി അഭിസംബോധന ചെയ്യുന്നുണ്ട്. മാലാഖമാരുടെ രാജ്ഞി, ദീർഘദർശികളുടെ രാജ്ഞി, വിശുദ്ധരുടെ രാജ്ഞി, കന്യകകളുടെ രാജ്ഞി എന്നെല്ലാം. പരിശുദ്ധ കന്യക സർവ്വലോകങ്ങളുടെയും രാജ്ഞിയാണ്. വിശുദ്ധ യോഹന്നാന്റെ വെളിപാടിൽ സൂര്യനെ ആടയും ചന്ദ്രനെ പാദപീഠമായും നക്ഷത്രങ്ങളെ കിരീടമായും അണിഞ്ഞിരിക്കുന്ന സ്ത്രീ പരിശുദ്ധ കന്യകയാണല്ലോ. പരിശുദ്ധ കന്യകയുടെ സ്വർഗാരോപണത്തിനു ശേഷം അവിടുത്തെ ദിവ്യസുതൻ മാതാവിനെ ത്രിലോകരാജ്ഞിയായി മുടിധരിപ്പിച്ചു. അപ്രകാരം ദിവ്യജനനിയുടെ രാജ്ഞിപദം നിത്യകാലം നിലനിൽക്കുന്നു. അവിടുത്തെ ദിവ്യസുതന്റെ രാജകീയമായ അധികാരത്തിൽ പങ്കുചേർന്നുകൊണ്ട് മാതാവ് നമ്മെ രക്ഷിക്കുന്നു. പരിശുദ്ധ കന്യകയ്ക്ക് 3 വിധത്തിലുള്ള സ്ഥാന ഔന്നത്യങ്ങളുണ്ട്. ദൈവമാതാവ് എന്നുള്ള നിലയിൽ സർവ്വസൃഷ്ടിജാലങ്ങൾക്കും അതീതയാണ്. മനുഷ്യകുലത്തിലെ അംഗം എന്ന നിലയിൽ നമ്മോട് ഏറ്റവും ബന്ധപ്പെട്ട പരിപൂർണ വ്യക്തിയാണ്. സഹരക്ഷക, സാർവത്രിക മധ്യസ്ഥ, ആധ്യാത്മിക മാതാവ് എന്നുള്ള സ്ഥാനങ്ങളും അലങ്കരിക്കുന്നു. ത്രിലോകരാജ്ഞിയായ പരിശുദ്ധ കന്യകയുടെ സേവനത്തിന് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുക അഭിമാനകരവുമാണ്. പരിശുദ്ധ കന്യകയുടെ സ്നേഹത്തിന്റെയും മാതൃപരിലാളനയുടെയും ഒരനശ്വര സ്മാരകമാണത്. ഉത്തരീയം ഭക്തിപൂർവ്വം ധരിച്ച് മാതാവിന്റെ മക്കൾ എന്നുള്ളത് പ്രഖ്യാപിക്കുക അമ്മയ്ക്ക് ഏറ്റവും പ്രിയങ്കരമാണ്. മാതാവിന്റെ വിമല ഹൃദയത്തിന് നമ്മെ തന്നെയും ലോകത്തെ മുഴുവനും പ്രതിഷ്ഠിക്കണമെന്ന് പരിശുദ്ധ കന്യക ആഗ്രഹിക്കുന്നു. അതിലൂടെ ആധ്യാത്മികവും ലൗകികവുമായ അനേകം അനുഗ്രഹങ്ങൾ സംലബ്ധമാകുന്നു. ലോകം മുഴുവൻ മറിയം വഴി യേശുവിനു വേണ്ടി കീഴടക്കുക എന്നതായിരിക്കട്ടെ നമ്മുടെ ആദർശം. യേശുവിന്റെ ഭരണം മറിയത്തിലൂടെ സ്ഥാപിതമാകണം. അൽഫോൻസസ് റാറ്റിസ്ബൺ യഹൂദമതത്തിലാണ് ജനിച്ചത്. യാദൃശ്ചികമായി റോം സന്ദർശിച്ച അവസരത്തിൽ തീക്ഷ്ണമതിയായ ബറ്റൂൺ തെയോഡോർ ദെബൂസിയറുമായി പരിചയപ്പെടുവാനിടയായി. തമ്മിൽ പിരിയുമ്പോൾ ഹസ്തദാനം ചെയ്തുകൊണ്ട് പരിശുദ്ധ കന്യകയുടെ രൂപം ഉൾക്കൊള്ളുന്ന ഒരു മെഡൽ കൊടുത്തു. അത് ധരിക്കുവാൻ അദ്ദേഹം റാറ്റിസ്ബനോട് ആവശ്യപ്പെടുകയുണ്ടായി. ആദ്യം വിസമ്മതം പ്രകടിപ്പിക്കുകയുണ്ടായി. എനിക്ക് അതിൽ വിശ്വാസമില്ല പറഞ്ഞുകൊണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്നേഹിതൻ പറഞ്ഞു, വിശ്വാസമില്ലെങ്കിൽ ധരിക്കുന്നത് കൊണ്ട് യാതൊരു ഉപദ്രവവും ഉണ്ടാവുകയില്ല. വിശ്വാസമില്ലാത്തതുകൊണ്ട് തന്നെയാണ് ധരിക്കുവാൻ ആവശ്യപ്പെടുന്നത്. കുറഞ്ഞ പക്ഷം എന്നോടുള്ള സ്നേഹത്തെ പ്രതി മാത്രം ധരിക്കുക. വിസമ്മതം ഭീരുത്വമായി കരുതിയേക്കാമെന്ന് കരുതി ആ രൂപം അയാൾ സ്വീകരിച്ചു. അടുത്ത ദിവസം തെയഡോറിന്റെ ആത്മസുഹൃത്തായ ലൈഫറോണോസ് അന്തരിച്ചു. തെയഡോർ റാറ്റിസ്ബന്റെ സഹായം അഭ്യർത്ഥിച്ചു. അദ്ദേഹം ഈശോ സഭക്കാരുടെ ദേവാലയത്തിൽ തെയഡോറും ഒരുമിച്ച് പോയി. റാറ്റിസ്ബൺ ദേവാലയത്തിൽ പ്രവേശിച്ച ഉടനെ പാരത്രികമായ ഒരു അനുഭൂതിയാണ് ഉണ്ടായത്. ധരിച്ചിരുന്ന രൂപത്തിന്റെ ഛായയിൽ പരിശുദ്ധ കന്യക അദ്ദേഹത്തിന് പ്രത്യക്ഷയായി. അദ്ദേഹം അധികം താമസിയാതെ കത്തോലിക്ക സഭയെ സമാശ്ലേഷിച്ച് ഒരു ഈശോ സഭാ വൈദികനായി. മരണാനന്തരം ശവകുടീരത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഓ മറിയമേ,
അങ്ങയുടെ മഹത്തായ സ്നേഹം എനിക്ക് കാണിച്ചു തന്നതുപോലെ മറ്റുള്ളവരെയും കാണിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായ അമലോത്ഭവ കന്യകെ, സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ നിന്നെ എൻ്റെ രാജ്ഞിയും മാതാവുമായി ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ പിശാചിനെയും അവൻ്റെ എല്ലാ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും പരിത്യജിച്ചു കൊള്ളാമെന്നും വാഗ്ദാനം ചെയ്തുകൊണ്ട് എൻ്റെ ജ്ഞാനസ്നാനവ്രതങ്ങളെ നവീകരിക്കുന്നു. നിന്റെ അവകാശങ്ങൾ എൻ്റെ മേൽ പ്രയോഗിച്ചു കൊള്ളുക. ഞാൻ എന്നെ തന്നെ നിന്റെ സ്നേഹദൗത്യത്തിനെ സമർപ്പിക്കുന്നു. എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും അതിൻ്റെ എല്ലാ കഴിവുകളെയും എൻ്റെ ആധ്യാത്മികവും ഭൗമികവുമായ എല്ലാ നന്മകളെയും സകല സൽകൃത്യങ്ങളെയും അവയുടെ യോഗ്യതകളെയും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. കാലത്തിലും നിത്യത്വത്തിലും ദൈവത്തിന് ഉപരിമഹത്വത്തിനായി അങ്ങ് അവയെ വിനിയോഗിച്ചു കൊള്ളണമേ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ.